തമിഴ് റെസിപ്പിയാവാം. എന്താണെന്നറിയോ? പാൽക്കോവ. ഇത് തമിഴ്നാട്ടിലെ ചില അമ്പലങ്ങളിൽ, അത് ഞങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ശ്രീവല്ലിപുതൂർ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ പ്രസാദമായിട്ട്, പ്രസാദം എന്ന് വെച്ചാൽ അമ്പലത്തിനകത്തല്ല, വെളിയിൽ നമുക്ക് പ്രസാദം എന്ന് പറഞ്ഞ കടകളിൽ കിട്ടും. ആ സാധനം കിട്ടുന്ന പാൽക്കോവയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് നെയ്യ്, 1/4 കപ്പ് പഞ്ചസാര. ഇത്ര സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്. ഗോതമ്പ് പൊടിയല്ല, ശരിക്കും ഏറ്റവും നല്ലത് മൈദയാണ്. ഞാൻ മൈദ ഉപയോഗിക്കാത്തതുകൊണ്ട് ഗോതമ്പ് പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് ഉണ്ടാക്കിയാലും ഇതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അത് വെച്ച് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വരുന്ന ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എടുക്കത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്നത് ഇനി എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പാൽക്കോവ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ നെയ്യ് ആദ്യം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിലിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആ ഗോതമ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കാനൊക്കുന്ന ഒരു റെസിപ്പിയാണിത്. എന്നിട്ട് ആ ഗോതമ്പ് പൊടി ഇട്ട് നല്ലപോലെ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് നെയ്ക്കകത്തുനിന്ന് മൂത്ത് വരണം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഒരുപാട് സമയം കിടക്കണ്ട. നമ്മൾ അടുപ്പിലിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് അണച്ചു കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടും തണുത്ത് വരണം. ഒരുപാട് തണുക്കരുത്, ചെറിയതായിട്ട് തണുത്താൽ മതി. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ആ പഞ്ചസാര ഒന്ന് നല്ലപോലെ പൊടിച്ചോണ്ട് വരണം. അതാണ് നമ്മുടെ മാവൊക്കെ ഒന്ന് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കാമെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു കുറച്ച് ഏലക്കാപ്പൊടി. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ഞാൻ വെച്ചിരുന്നതാണിത്. ഇത് അങ്ങ് പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് മതി, ഒരുപാട് വേണ്ട. അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു 10 അരി ഏലക്ക പഞ്ചസാരയുടെ കൂടെ ഇട്ട് അങ്ങ് പൊടിച്ചാൽ മതി. എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നാൽ കൈ കൊണ്ട് പിടിക്കാനൊക്കെ പരുവാണ്. നമുക്കിനി ഇതിനെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. ഒരുപാട് തണുത്ത് പോകരുത്. തണുക്കുന്നതിന് മുമ്പ് വേണം കുഴയ്ക്കാൻ. കുഴച്ച് അതിനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ തണുത്തിട്ട് അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴച്ചെടുത്താൽ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പരുവത്തുണ്ട്. ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പരുവത്തിണ്ടിരിക്കും. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് എന്താണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ, നമ്മൾ പ്ലാസ്റ്റിക് കവർ വരുന്നത് വെട്ടിയെടുത്തേക്കുന്നതാണിത്. അതിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിട്ടിട്ട് ഈ മാവ് കുഴച്ച് വെച്ചേക്കുന്ന മാവ് അങ്ങോട്ടെടുത്ത് വെച്ച് കൊടുക്കാം. വെച്ച് പരത്തിയെടുക്കണം. നല്ലപോലെ ഇതിനെ പരത്തിയെടുക്കണം. ഞാൻ എന്തായാലും അതിനെ നിരപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നല്ലപോലെ നിരപ്പാക്കുന്നുണ്ട്. മൈദാമാവാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇത് ഗോതമ്പ് മാവായതുകൊണ്ട് സോഫ്റ്റ് ആയിരിക്കുമെങ്കിലും മൈദയുടെ അത്രയും സോഫ്റ്റ് ആവത്തില്ല. ഇപ്പം അതേണ്ട നല്ല നിരപ്പിനാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ നനവുണ്ട്, ചെറിയൊരു ഈർപ്പം പോലുണ്ട്, നെയ്യുടെ ഈർപ്പം പോലുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. വെക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനത് വെക്കുന്നേ ഉള്ളൂ. മുറിക്കുമ്പോൾ ഓരോ പീസിനകത്തിലും ഓരോ അണ്ടിപ്പരിപ്പ് വരത്തക്ക രീതിയിൽ നമുക്കതിനെ വെച്ച് അലങ്കരിച്ചെടുക്കാം.
ഇപ്പോൾ അതേണ്ട ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് പകരം ബദാമോ ഉണക്കമുന്തിരിയോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനൊരു അണ്ടിപ്പരിപ്പാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കുന്നെങ്കിൽ അരമണിക്കൂർ ഇരുന്നാൽ മതി. ഒരുപാടങ്ങ് കട്ടിയായി പോകരുത്. അപ്പോൾ ഒരു തണുത്ത് കിട്ടിയാൽ മതി. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് സമയം കിട്ടിക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്കെടുത്ത് മുറിച്ചെടുക്കാൻ. നമുക്കിനി ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാൽക്കോവ വേണ്ട ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. മുറിഞ്ഞു പോയി. നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ അത് മുറിഞ്ഞു. ഇല്ല, ഇപ്പം തന്നെ മനസ്സിലായി. ഇപ്പം നല്ല സോഫ്റ്റാണ് ഈ സാധനം. ഒന്ന് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പാൽക്കോവ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിൽ തൊട്ടാ ഉണ്ട് അതിൻ്റെ പൊടിഞ്ഞു പോരുന്ന നല്ല പരുവത്തില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തൊട്ടപ്പം തന്നെ നമുക്ക് പൊടിഞ്ഞു പോയി. ഇപ്പം ഇത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ പാൽക്കോവ വീട്ടിലുണ്ടാക്കിയാൽ. ഒരു സ്നാക്കായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ സാധനമാണിത്. ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ്. അല്ലാതെ വിസിറ്റേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കി വച്ചിരുന്നാൽ വിസിറ്റേഴ്സ് ഒന്നും അവർക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് കൊടുക്കാനൊക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിന് വരേക്കും ബൈ.